ഹലോ ഗായ്സ്, വെൽക്കം ടു ജിൻസി സച്ചോസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മമ്മി ചക്കയട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ ചക്കയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിതാ ഉണ്ടാക്കുകയാണ്. അപ്പം ഞാനത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചക്കയട ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. ഞാനിതാ പഴുത്ത വരിക്ക ചക്കയുടെ 20 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഒരു 2 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെയ്യ് 1.5 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം. പിന്നെ ഏലക്കപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഫ്ലേവറിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ തേങ്ങ ഞാനൊരു ചെറിയ കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം 1.5 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അരിപ്പൊടി 1 കപ്പ് എടുക്കുന്നുണ്ട്. ഉപ്പ് ഞാനത് ആവശ്യത്തിന് ചേർത്തത് നിങ്ങൾക്കും അതെങ്ങനെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ എണ്ണ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്രയാണ് ചക്കയട ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇന്ന് മമ്മിയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ ചക്ക ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് പരുവത്തിലൊന്നും എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമുക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാനിതാ ഏലക്ക പൊടിക്കുന്നുണ്ട്. പിന്നെ ഇതാ ശർക്കര കട്ട് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ ശർക്കര ഞാനിതാ പാവ് കാച്ചി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ തേങ്ങയും ആവശ്യത്തിന് എടുക്കാം. ഒരു പാൻ വെച്ച് അതിൽ 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചക്കയിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ശർക്കര പാവ് കാച്ചിയത് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളത്തിലാണ് ഞങ്ങൾ 2 ശർക്കര പാവ് കാച്ചി എടുത്തത്. അപ്പോൾ അത് ഇതിൽ ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതിന് മുന്നേ നമുക്ക് തേങ്ങ ചേർക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ആവുമ്പോൾ നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിതാ 1/2 കപ്പ് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനിയും നല്ല കുറുകി വരാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇനി കൈയെടുക്കാതെ തന്നെ നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക, കാരണം അടിയിൽ പിടിക്കും. അപ്പോൾ നല്ലപോലെ യോജിച്ച് ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ചക്ക തേങ്ങയും ശർക്കരയും ചേർത്തത് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരിമാവെടുത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി മാവിലേക്ക് പോവാം. 1 കപ്പ് മാവ് എടുക്കുക. അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളം തിളപ്പിച്ചെടുക്കുക. വെള്ളം 1 കപ്പ് മാവിന് 1.5 കപ്പ് വെള്ളം, ആ അളവിനാണ് നമുക്ക് എടുക്കേണ്ടത്. ശേഷം നമുക്ക് നല്ലപോലെ വെള്ളമൊഴിച്ച് മാവ് നല്ലപോലെ യോജിപ്പിച്ച് എടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവശ്യം. ശേഷം നമുക്ക് വാഴയില എടുത്ത് നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് വേറെ വയണയില അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ വാഴയില കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ വാഴയില ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ മാവെടുത്ത് ഇലയിൽ നല്ലപോലെ ഇങ്ങനെ വട്ടത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ പ്രസ്സായി വരുന്നത് വരെ നല്ലപോലെ പ്രസ് ചെയ്യുക. ശേഷം അതാ 1 സ്പൂണ് നമ്മൾ ഉണ്ടാക്കി വെച്ച ചക്ക ഇതിൽ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് മടക്കി നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് സൈഡ്. അങ്ങനെ ഞങ്ങളിതാ ഒരു 10-20 എണ്ണം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം അതെങ്ങനെയാണെന്നുള്ളത്. നല്ലപോലെ പരത്തിയെടുക്കുക. നല്ല പരത്തിയെടുത്തിട്ട് അതിൻ്റെ നടുക്കിൽ നമുക്ക് ചക്ക വെച്ച് കൊടുക്കാം. ഞങ്ങളുടെ വാഴയിലയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വേറൊരു ഇല എടുത്തു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളിത് ആദ്യം റെഡിയാക്കി വെച്ചത് അത്രയും സ്റ്റീം ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു 20 എണ്ണം അടുപ്പിച്ച് ഞങ്ങളിതിൽ ആഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അത് അടച്ച് വെച്ച് ഒരു 20-25 മിനിറ്റോളം നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ചക്ക തീർന്നപ്പോൾ ഞങ്ങളിതാ അതിൽ ശർക്കരയും തേങ്ങയും ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഇതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളൊരു 8-10 എണ്ണം ഉണ്ടാക്കി. അങ്ങനെ ആ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടി അത് ഉണ്ടാക്കി. മാവ് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആ മമ്മി അത് റെഡിയാക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ഉറപ്പായിട്ട് ട്രൈ ചെയ്യുക. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത്
ചക്കയുടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ ഇതാ മമ്മി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. മമ്മി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മമ്മിയുടെ ഭാവം. അപ്പോൾ ഇതാ ഡാഡിയും കഴിക്കുന്നുണ്ട്, ചേട്ടനും കഴിക്കുന്നുണ്ട്. ചേട്ടൻ സാധാരണ കഴിക്കാറില്ല, പക്ഷേ ചേട്ടൻ ഇത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. അയ്മൂന് ഇഷ്ടപ്പെടാറില്ല, പക്ഷേ അയ്മൂവും കഴിക്കുന്നുണ്ട്. അയ്മൂന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാനും കഴിച്ചു, എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.